ഇന്ന് മൊത്തത്തിലൊരു മൂടി ഡേ ആണ്. ഈ മൂടി ഡേ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ദേ ഇത് തന്നെ അവസ്ഥ. വെയിലും അല്ല എന്നാൽ മഴയല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയില്ലേ, അത് തന്നെ. ക്ലൈമറ്റ് മാത്രമല്ല കേട്ടോ, ഞാനും ഇന്ന് അത്ര നല്ല മൂഡിലല്ല. കാരണം വേറൊന്നുമല്ല, ഈ മാസാമാസം വരുന്ന വിരുന്നുകാരൻ ഇത്തവണ കുറച്ച് നേരത്തെ എത്തി, അതും കുറച്ച് പ്രശ്നങ്ങളുമായിട്ട്. അപ്പം ഈ മൊത്തത്തിലുള്ള മൂഡ് ഓഫ് മാറ്റാൻ ഒരു ചായ കൂടി ബെസ്റ്റാണെന്ന് തോന്നി. ടീ ലവറായ എനിക്ക് മൊത്തത്തിലൊരു റീഫ്രഷ്മെൻറ്റിന് വേണ്ടി ചായയേക്കാൾ ബെസ്റ്റ് വേറെ എന്തുണ്ട്. പക്ഷേ എൻ്റെ മോൾക്ക് പാല് വേണം, അപ്പോൾ അവൾക്കുള്ള പാലും എനിക്കുള്ള ചായ അടുപ്പത്തായി. ചായ മാത്രം പോരല്ലോ, എന്തെങ്കിലും കുറയ്ക്കാനും വേണ്ടി നോക്കിയപ്പോൾ അതാ ഒരു പാസ്ത ഇരിപ്പുണ്ട്, മഷ്റൂം പെന്നെ. നമ്മൾ നോർമൽ പാസ്ത ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ്. സോ ഇതിലെന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, പാസ്തയും അതിൻ്റെ അകത്തുള്ള പൗഡറും 250 മില്ലി വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിന് ശേഷം മാത്രം അടപ്പത്തേക്ക് വെക്കുക എന്ന്. സോ അതവിടെ നിന്ന് കുക്കാവട്ടെ. ആ സമയത്ത് നമ്മുടെ ചായ അങ്ങോട്ട് തിളച്ചു. ചായ ആയ സമയത്ത് പാസ്ത റെഡി ആയിട്ടോ. ഇതാണ് ആ ഒരു പാസ്തയുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഈവനിങ്ങിന് ചായയും പാസ്തയും റെഡി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലേശം കൂടി വേഗമായിരുന്നു തോന്നി പാസ്ത, പക്ഷേ എനിക്ക് ഈ ഫ്ലേവർ ഇഷ്ടപ്പെട്ടു. ഈ പൊട്ടിപ്പോകാത്ത രീതിയിൽ പാസ്ത വേഗുന്നതാണ് എനിക്കിഷ്ടം. അമ്മായി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ ലേശം കൂടി വേഗമായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കും തോന്നിയായിരുന്നു, പക്ഷേ ഫസ്റ്റ് ടൈം അല്ലേ, നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ബെസ്റ്റ് ആക്കാം. അങ്ങനെ വൈകുന്നേരം ചായയും പാസ്തയുമായിട്ട് ഞങ്ങളങ്ങ് കൂടി. ആഞ്ചലീന പൊതുവേ ന്യൂഡിൽസ്, പാസ്ത ഇതിനെല്ലാം വിരോധിയാണ്. അതുകൊണ്ട് തന്നെ അത് മൊത്തം ഞാൻ തന്നെ ഒറ്റയ്ക്ക് കഴിച്ചെടുക്കേണ്ടി വന്നു. സോ ശുഭം.